മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ അണ്ടറിലുള്ള ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, അതായത് DFCCIL ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ക്വാളിഫിക്കേഷൻ എന്താണെന്നും ഏതൊക്കെ പോസ്റ്റിലേക്ക് അപ്ലൈ വേണ്ടി പറ്റുന്നു, അതേപോലെ ഡിപ്ലോമ മാത്രമാണോ അല്ല ബിടെക്കാർക്ക് അപ്ലൈ വേണ്ടി പറ്റുമോ എന്നുള്ള കാര്യങ്ങളും, അതേപോലെ എക്സാം ഡേറ്റ് എപ്പോഴായിരിക്കുന്നു, സിലബസ് എപ്പോഴായിരിക്കുന്നു, എത്ര വേക്കൻസി ഉണ്ടെന്നും എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ DFCCIL എന്ന് പറഞ്ഞാൽ മിനിസ്ട്രി ഓഫ് റെയിൽവേയുടെ അണ്ടറിലുള്ള ഒരു സ്ഥാപനമാണ് അല്ലെ. ഷെഡ്യൂൾ A PSU ആണ്. അപ്പോ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുള്ളത് ഇന്നാണ്, 13-ാം തീയതിയാണ്. അപ്പോ നമ്മൾ 18-ാം തീയതി തൊട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 18 ജനുവരി 2025 തൊട്ടിട്ട് 16 ഫെബ്രുവരി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത്. അപ്പോ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ ഉണ്ടെങ്കിൽ 23 തൊട്ട് 27 വരെ നിങ്ങൾക്കവിടെ സമയമുണ്ട്. പിന്നെ എക്സാമിന്റെ എങ്ങനെയാണ് പാറ്റേൺ എന്നും, അതേപോലെ എക്സാമിന്റെ പ്രോസസ് ഇന്റർവ്യൂ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയാം. അപ്പൊ എനിവേ ഇത് CBT 1 എക്സാം ഡേറ്റ് അവർ ടെന്റേറ്റീവ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏപ്രിൽ 2025 ആണ്. CBT 2 ഉണ്ട്, അത് ഓഗസ്റ്റ് 2025. പെറ്റ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഒക്ടോബർ നവംബർ 2025. ഇത് പറഞ്ഞാൽ ടെന്റേറ്റീവ് ആണ്, ടെന്റേറ്റീവ് ആയിട്ട് അവരോട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇതിപ്പം ജനുവരി മാത്രമേ ആയിട്ടുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ വേക്കൻസീസ് ഉണ്ട്, അതേപോലെ ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ONGC ഉണ്ട്, DFCCL ഉണ്ട് അല്ലെ, അതേപോലെ എയിംസിന്റെ ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഇലക്ട്രിക്കലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കേരള PSC ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി പല ആ, അവസരങ്ങളും നിങ്ങളുടെ മുമ്പിൽ. RRB ആണെങ്കിൽ CBT 2 ഉണ്ട്, SSC ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് അതിലേക്കൊക്കെ പോവാം. അപ്പോൾ നമുക്ക് ഇനി ഏതൊക്കെയാണ് പോസ്റ്റുകൾ എന്നില്ലായിരുന്നു നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഇതിൽ ജൂനിയർ മാനേജർ ആവുന്നില്ല, എക്സിക്യൂട്ടീവ് സിവിൽ അവിടെ നിൽക്കട്ടെ. എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ ആകെ 64 വേക്കൻസി മാത്രമേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ഇത് പോവല്ലേ, 64 വേക്കൻസി മാത്രമേ ഉള്ളൂ എന്ന് വെച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, നമുക്ക് ബാക്കി നിലയ്ക്കാണ് വരുന്നുണ്ടാവും. അപ്പൊ എക്സിക്യൂട്ടീവ് ട്രെയിനി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ 64 വേക്കൻസി. അതിന്റെ വേക്കൻസി സ്പ്ലിറ്റ് അപ്പ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് ആണ് അവിടെ ഉള്ളത്. എന്താണ് A3 എന്നൊക്കെ നമുക്ക് പറയാം. 3 ഇയേഴ്സ് ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ 3 ഇയേഴ്സ് ഡിപ്ലോമ ഇൻ ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, പവർ സപ്ലൈ, എല്ലാവർക്കും എന്ത് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവും. വിത്ത് നോട്ട് ലെസ് ദാൻ 60% മാർക്ക്. ഇപ്പൊ നിങ്ങളിൽ പലരും പറഞ്ഞിട്ടുണ്ട് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ഡിപ്ലോമക്കാർക്ക് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുള്ളൂ എന്ന രീതിയിൽ പല രീതിയിലും എന്ത് പല ഇതുണ്ട്. പക്ഷേ DFCCയിൽ എന്ത് ഡിപ്ലോമക്കാർക്ക് മാത്രമല്ല, അത് ഈ നോട്ടിഫിക്കേഷനിൽ കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. പിന്നെ ഇവിടെ നോക്കുക, എക്സിക്യൂട്ടീവ് സിഗ്നൽ ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ 75 വേക്കൻസികൾ. ഓക്കെ, സ്പ്ലിറ്റ് അപ്പ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ നിങ്ങൾ നോക്ക്. 3 ഇയേഴ്സ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. 3 ഇയേഴ്സ് ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. അപ്പൊ എന്താ, ഇത് ഇലക്ട്രിക്കൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇവിടെ എത്ര, 75 വേക്കൻസിയാണ് ഉള്ളത്. ഓക്കെ, 75 വേക്കൻസി. ഇനി നമുക്ക് അതിലേക്ക് മൾട്ടി ടാസ്കിങ് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് അവിടെ നിൽക്കട്ടെ. ഉം. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, പാസ് ആയിരിക്കണം. അല്ലാതെ ഫൈനൽ ഇയേഴ്സിനൊന്നും എന്ത് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ റിസൾട്ട് വെയിറ്റ് ചെയ്ത് തന്നവർക്കൊന്നും എന്ത് അപ്ലൈ വേണ്ടി പറ്റുന്നുണ്ടല്ല. 16/2/2025 മുന്നേ എന്ത് നിങ്ങൾ പാസ് ആയിരിക്കണം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ്, എഞ്ചിനീയറിംഗ് ഡിഗ്രി ക്യാൻ ബി BE BTech ക്യാൻ ഓൾസോ അപ്ലൈ ഫോർ ദിസ് പോസ്റ്റ്. വെരി വെരി ഇമ്പോർട്ടന്റ്. അതായത് ഫോർ ദ പോസ്റ്റ് ഓഫ് എക്സിക്യൂട്ടീവ് വേർ ദ ഡിപ്ലോമ ഈസ് പ്രിസ്ക്രൈബ്ഡ് ആസ് എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, the candidates with higher qualification in the respective discipline, BE BTech with minimum 60% marks shall also be eligible to apply. ചില ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ പറഞ്ഞാൽ ഡിപ്ലോമക്കാർക്ക് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുന്നുള്ളൂ. പക്ഷെ ഇതെന്താ, ഡിപ്ലോമക്കാർക്ക് മാത്രമല്ല BTechക്കാർക്കും എന്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ. ഇതിന്റെ സിലബസിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. സിലബസ് എന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടമാനം പഠിക്കാനൊന്നുമില്ല, അല്ല അവർ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വരാം. ഇത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണ്, അപ്പോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. പിന്നെ ഏജ് ലിമിറ്റ് 18 തൊട്ട് 30 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് വന്നിട്ടുള്ളത്. ജൂനിയർ മാനേജർ, എക്സിക്യൂട്ടീവ് എല്ലാം എന്ത് 18 തൊട്ട് 30 വയസ്സ് വരെ. പിന്നെ SST കാൻഡിഡേറ്റ്സിന് 5 ഇയേഴ്സും OBC NCL കാൻഡിഡേറ്റ്സിന് എന്ത് 3 ഇയേഴ്സും അവിടെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഓക്കെ, ബൈ 10 ഇയേഴ്സ് ഉണ്ട്. PWBD കാൻഡിഡേറ്റ്സ് ലിസ്റ്റിൽ 10 ഇയേഴ്സും ഉണ്ട്. പിന്നെ വെർട്ടിക്കൽ റിസർവേഷൻ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾക്ക് എല്ലാത്തിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്.
പിന്നെ AWSന്റെ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിലേക്ക് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല. നമുക്കിനി എന്താ എത്രയാണ് എക്സാം ഫീസ് എന്നും അതേപോലെ സാലറി കാര്യങ്ങളൊക്കെ എത്രയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അതുപോലെ എക്സാമിന്റെ പ്രോസസ്സും കാര്യങ്ങളും എത്രയാണെന്നുള്ള കാര്യം നോക്കാം. ഇതില് സാലറിയുടെ കാര്യം കൃത്യമായിട്ട് അവരോട് പറഞ്ഞില്ല. സെലക്ട് കാൻഡിഡേറ്റ്സ് വിൽ ബി എൻടൈറ്റിൽഡ് ഫോർ ദ റെമ്യൂണറേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ദി ബേസിക് പേ, DA, HRA, പെർക്സ്, അലവൻസ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ. അതേപോലെ പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് പറയുന്നുണ്ട്. പ്ലേസ് ഓഫ് പോസ്റ്റിംഗ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു അനക്ഷറിൽ പോയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് നമുക്ക് പറയാം. ഇതിലിപ്പം ജൂനിയർ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ പോസ്റ്റിൽ കാണുന്നുണ്ടെങ്കിൽ CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ട്, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ട്, മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്. അല്ലാതെ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ, ഇന്റർവ്യൂ ഒന്നും ഇല്ല. ജസ്റ്റ് എന്താ ഇങ്ങനെ എക്സാം CBT 1ഉം CBT 2ഉം പറ്റും ആക്കി കഴിഞ്ഞാൽ ഡോക്യുമെന്റ് വെരിഫിക്കേഷനായി, പിന്നെ ജസ്റ്റ് മെഡിക്കൽ RR റെയിൽവേയിലൊക്കെ ഉള്ള പോലെ മെഡിക്കൽ ടെസ്റ്റും കാര്യങ്ങളായി. അല്ലാതെ ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും ഇല്ല ഇതിൽ ഇല്ല. പിന്നെ സ്കീം ഓഫ് എക്സാമിനേഷൻ CBT 1 ഉണ്ട്, CBT 2 ഉണ്ട്. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. 1/4 ആണ് എന്ത് നെഗറ്റീവ് മാർക്കിംഗ് വന്നേക്കുന്നത്. ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT വിൽ ബി സ്ക്രീനിങ് നേച്ചർ. The score of the അല്ലെങ്കിൽ നോർമൽ സ്കോർ ഓഫ് ഫസ്റ്റ് സ്റ്റേജ് CBT ഷാൽ ബി യൂസ്ഡ് ഓൺലി ഫോർ ദ ഷോർട്ട് ലിസ്റ്റിംഗ് കാൻഡിഡേറ്റ്സ് ഫോർ ദി സെക്കൻഡ് സ്റ്റേജ് CBT. അതായത് നമ്മൾ അറാബിക്കുള്ള പോലെ ഫസ്റ്റ് സ്റ്റേജ് CBT പറഞ്ഞാൽ എന്താ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സെക്കൻഡ് സ്റ്റേജിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. അല്ലാതെ അത് മാർക്ക് വേറെ ഏതിനും കണക്കൂട്ടുന്നുണ്ടാവില്ല. പിന്നെ നമ്പർ ഓഫ് സെലക്ഷൻ സെക്കൻഡ് സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിലേക്ക് എന്താ 20 ടൈംസ് ദി കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസീസ് നമ്പർ ഓഫ് പോസ്റ്റ് നോട്ടിഫൈഡ് ആസ് പെർ ദ മെറിറ്റ് ഇൻ ദി ഫസ്റ്റ് സ്റ്റേജ് ഓഫ് CBT. പിന്നെ പെറ്റിലേക്ക് ആകുമ്പോൾ 3 ടൈംസ് ആവും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്താ ഈക്വൽ ടു നമ്പർ ഓഫ് കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസീസ് മാത്രം എന്ത് ചെയ്യാം അവര് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ അല്ലെങ്കിൽ ഫോർമേഷൻ ഓഫ് പാനലിൽ എന്താ അവര് സെലക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അതുപോലെ ഫസ്റ്റ് സ്റ്റേജ് CBTന്റെ കേസിൽ 100 മാർക്ക് ആയിരിക്കും ഉണ്ടാവുക, 100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക, 90 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ ഉള്ളത്. ഇൻഡിക്കേറ്റീവ് സിലബസ് അവിടെ ഉണ്ട്, അത് നമുക്ക് പറയാം. അപ്പൊ അതില് മാത്തമാറ്റിക്സ് ന്യൂമറിക്കൽ എബിലിറ്റി 30 മാർക്കിന്, ജനറൽ അവയർനെസ് 15 മാർക്ക്, ജനറൽ സയൻസ് 15 മാർക്ക്, ലോജിക്കൽ റീസണിംഗ് ജനറൽ ഇന്റലിജൻസ് 30 മാർക്ക്, നോളജ് അബൌട്ട് റെയിൽവേസ് DFCCI 10 മാർക്ക്. അങ്ങനെയാണ് 100 മാർക്ക് അവിടെ ഉള്ളത്. അതായത് CBT 1 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എന്താ ടെക്നിക്കൽ കാര്യങ്ങളൊന്നുമില്ല. കംപ്ലീറ്റ് ആയിട്ട് എന്താ നോൺ ടെക്നിക്കൽ മാത്രമേ ഉള്ളൂ. ഓക്കെ. CBT 1ന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ എന്താ ടെക്നിക്കൽ കാര്യങ്ങളൊന്നുമില്ല, കംപ്ലീറ്റ് നോൺ ടെക്നിക്കൽ മാത്രമേ ഉള്ളൂ. പിന്നെ ദ സെക്കൻഡ് സ്റ്റേജ് ഓഫ് CBT വിൽ കൺസിസ്റ്റ് 120 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 1 മാർക്ക്. 120 മിനിറ്റ്സ് ആണ് ഡ്യൂറേഷൻ. 120 ക്വസ്റ്റ്യൻസും 120 മിനിറ്റും. ഓക്കെ. അതേപോലെ ഇഫ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇപ്പൊ ഇവിടെ 5 സെഷൻ ഉണ്ടല്ലേ. സെക്ഷണൽ കട്ട് ഓഫ് ഒന്നുമില്ല. ഇപ്പൊ ബാങ്കിനൊക്കെ ആണെങ്കിൽ സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ട്. ഇതിനെന്താ അങ്ങനെ സെക്ഷനും കട്ട് ഓഫ് ഒന്നും കാര്യമില്ല. സെക്കൻഡ് സ്റ്റേജ് CBTന്റെ മാർക്ക് ആയിരിക്കും എന്താ പാനൽ ഉണ്ടാക്കാൻ വേണ്ടി അവർ സെലക്ട് ചെയ്യുന്നുണ്ടാവാം. മാക്സിമം സൈസ് ഓഫ് ദി പാനൽ ഷുഡ് ബി ഈക്വൽ ടു നമ്പർ ഓഫ് ദി അഡ്വർടൈസ്ഡ് വേക്കൻസീസ് ആണ് കമ്മ്യൂണിറ്റി വൈസ്. CBT 2ന്റെ കട്ട് ഓഫ് മാർക്കിന് ബേസ് ആയിട്ടായിരിക്കും അവര് പെറ്റിന് വിളിക്കുന്നുണ്ടാവുക. ക്വാളിഫൈ മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താ 40%, 30%, 25% മാർക്ക് ഉണ്ടെങ്കിൽ മാത്രം അവരെന്ത് ചെയ്യുന്നുണ്ടാവും, അവര് വാല്യുവേഷൻ ചെയ്യുന്നുണ്ടാവും. അതേപോലെ പേഴ്സണൽ ബേസ്ഡ് നോർമലൈസ്ഡ് പ്രോസസ് ആണ്. അതായത് മൾട്ടിപ്പിൾ ഷിഫ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലാണ് വരുന്നുണ്ടാവുക. ടൈം മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊസീജിയർ ആയിരിക്കും എന്താ അവരവിടെ ഫോളോ ചെയ്യുന്നുണ്ടാവുക. ഒബ്ജക്ഷൻ മാനേജറിന് 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അവിടെ എക്സാം കഴിഞ്ഞിട്ട് ഒബ്ജക്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ ക്രൈറ്റീരിയൻ ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടെസ്റ്റിന്റെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അവരവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ. പിന്നെ ഡോക്യുമെന്റ് വെരിഫിക്കേഷനും ഐഡന്റിറ്റി വെരിഫിക്കേഷൻ കാര്യങ്ങളും. നമുക്ക് ഇനി മെയിൻ ആയിട്ടുള്ളത് നമ്മുടെ സിലബസിന്റെ കാര്യങ്ങളാണ്. അതുപോലെ എക്സാമിനേഷൻ സിറ്റീസ് ആണ്. എക്സാമിനേഷൻ സിറ്റി കേരളത്തിൽ തിരുവനന്തപുരം, അതേപോലെ കൊച്ചി ഉണ്ടാവാറുണ്ട്, എറണാകുളം ഉണ്ടാവാറുണ്ട്. സുബേ ഉണ്ടാവാറുണ്ട്, പക്ഷെ ഇല്ല ഇപ്രാവശ്യം തിരുവനന്തപുരം മാത്രമേ അവരോട് കൊടുത്തുള്ളൂ കേട്ടോ. കേരളത്തിൽ തിരുവനന്തപുരത്ത് മാത്രമേ അവരോട് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, തിരുവനന്തപുരത്ത് കേരളത്തിലുണ്ട്. ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞേക്കുന്നത് ജൂനിയർ മാനേജറിലെ എക്സിക്യൂട്ടീവിന് 1000 റുപ്പീസ് ആണ്. മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ 500 രൂപയാണ് വരുന്നുണ്ടാവുക. SC/ST PWD ex servicemen transgender candidates are exempted from the payment of application fee, whether the post is reserved for them or not. Okay. നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറും മെയിൽ ID വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും UCCL. അപ്പൊ അതിൽ കയറിയിട്ട് എന്താ
അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എന്ത് പ്രൊഫൈൽ ഉണ്ടാക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അതേപോലെ എക്സാം സിറ്റീസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടാവും. അതൊക്കെ ഉണ്ടാവും. നമുക്ക് ഇനിയിപ്പോ നമ്മുടെ സിലബസിലേക്ക് പോവാം. ഓക്കെ, അനക്ഷർ 1ഉം അനക്ഷർ 2 എന്ന രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ടെക്നിക്കലും നോൺ ടെക്നിക്കലും CBT 1 കംപ്ലീറ്റ് ആയിട്ട് നോൺ ടെക്നിക്കൽ മാത്രമേ ഉള്ളൂ. CBT 2 കേസിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ടെക്നിക്കൽ വന്നേക്കുന്നത്. അതിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ DFCCL കേസിൽ നമുക്ക് സൗത്തിലൊന്നും എന്താ അവരുടെ ഇതില്ല. അതായത് DFCCL എന്ന് പറഞ്ഞാൽ നമ്മളെ കൺസ്ട്രക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട്, അതായത് റെയിൽവേയിൽ സിഗ്നലിംഗ് അല്ലെങ്കിൽ എന്താ പറയണ്ടേ നമ്മുടെ ഇലക്ട്രിഫിക്കേഷൻ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടാണ് അവര് ഇതൊരു ഇതാ ചെയ്യുന്നത്. അപ്പോ സൗത്ത് ഇന്ത്യയിലൊന്നും അവരില്ല DFCC അല്ലെങ്കിൽ ഇർക്കോൺ. ഇത് ബേസിക്കലി DFCCIL അല്ലെങ്കിൽ ഇർക്കോൺ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ അവർക്കൊന്നും സൗത്ത് ഇന്ത്യയിലൊന്നും മെയിൻ ആയിട്ടില്ല. വെസ്റ്റേണും അതേപോലെ ഈസ്റ്റേൺ റീജിയനിലൊക്കെയാണ് ഉള്ളത്. അവിടെ ഹെഡ് ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഓക്കെ, ഡീറ്റെയിൽസ് ഓഫ് ഇല്ലുസ്ട്രേറ്റീവ് ലിസ്റ്റ് ഓഫ് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ അവരവിടെ കൊടുത്തിട്ടുണ്ട്. എക്സാമിന്റെ സിലബസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കൽ പാർട്ട് 1ല് 24 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതാണ് എന്തെങ്കിലും ജനറൽ നോളജ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് റീസണിങ് എക്സെട്ര. പിന്നെ പാർട്ട് 2ലാണെന്നുണ്ടെങ്കിലോ പവർ ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷൻ, സർക്യൂട്ട് അനാലിസിസ്, കൺട്രോൾ സിസ്റ്റം, മെഷീൻസ്, ഇലക്ട്രോണിക്സ്, മെഷർമെന്റ് എക്സെട്ര. അത്രയാണ് എന്താ അവരുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ഇലക്ട്രിക്കലിന്റെ കേസിൽ. എന്നിരുന്നാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി എന്താ എഫക്റ്റീവ് ആയിട്ടുണ്ടാവും. ഈ ഒരു ഏരിയയിൽ തന്നെ ക്വസ്റ്റ്യൻസ് വരണം നിർബന്ധമില്ല, ചോദിക്കാം. പിന്നെ എക്സിക്യൂട്ടീവ് സിഗ്നൽസ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ ആണെങ്കിലോ ജനറൽ നോളജ്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് റീസണിങ് എക്സെട്ര. പാർട്ട് 2ൽ 96 ക്വസ്റ്റ്യൻസിൽ വന്നതല്ലോ ഇലക്ട്രോണിക്സ് കമ്പോണന്റ്, കമ്പോണൻസ് ആൻഡ് മെറ്റീരിയൽസ്, ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് സർക്യൂട്ട്സ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, ലിനിയർ LIC, മൈക്രോപ്രൊസസർ, മൈക്രോ കൺട്രോളർ, ഇലക്ട്രോണിക് മെഷർമെന്റ് കാര്യങ്ങൾ, ഡാറ്റ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക്, പ്രോഗ്രാമിംഗ്. അതായത് CBT 2ന്റെ കേസിലാണ് നമ്മൾ എന്ത് പറഞ്ഞേക്കുന്നത്, 120 ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും പറഞ്ഞേക്കുന്നത് അല്ല, 120 ക്വസ്റ്റ്യൻസ് 120 മിനിറ്റ്സ്. അതിന്റെ സിലബസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. CBT 1ന്റെ സിലബസിലോ അത് നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു റീസണിങ് മാത്സ് എന്നുള്ള രീതിയിൽ മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാതെ എന്താ പറയണ്ടത്, അത് ഇന്നാണെന്നുള്ള രീതിയിൽ പറഞ്ഞു അതിന്റെ ഡീറ്റെയിൽ സിലബസ് ഇല്ല. CBT 2ന്റെ കേസിലാണ് ടെക്നിക്കലിന്റെ കേസിൽ വരുന്നത്. അതാണ് അവിടെ സ്പെസിഫൈ ചെയ്ത് അവരുടെ കൂടുതൽ 120 ക്വസ്റ്റ്യൻസ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോ ഫോട്ടോഗ്രാഫ് അതിന്റെ കാര്യങ്ങളൊക്കെയാണ്, സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നത്, സിഗ്നേച്ചറിന്റെ ഫോട്ടോഗ്രാഫിന്റെ സൈസും കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ കൃത്യമായിട്ട് എന്റെ നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ എല്ലാ കാര്യവും ഈവൻ എക്സാം ഡേറ്റിന്റെ കാര്യങ്ങൾ വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം. കേരളത്തിൽ എക്സാം സെന്റർ ഉണ്ട്, തിരുവനന്തപുരത്താണ് എക്സാം സെന്റർ എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ്, അത്യാവശ്യം വേക്കൻസീസ് കാര്യങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സ്വാഭാവികമായിട്ടും അപ്ലൈ ചെയ്യാം. ഡിപ്ലോമക്കാർക്കും ബിടെക്കാർക്കും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റിയൊരു പോസ്റ്റ് തന്നെയാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് എന്നാൽ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും കാണാം. ഇതിലിപ്പോ ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ CBT 1ന്റെ കേസിൽ വേണ്ട 100 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. 30, 15, 15, 30, 10. CBT 2ന്റെ കേസിലാണ് എന്ത് ചെയ്യുന്നത്, 120 മിനിറ്റ്സും 120 ക്വസ്റ്റ്യൻസും. ആ 120 ക്വസ്റ്റ്യന്റെ സിലബസ് ആണ് നമ്മളവിടെ കൊടുത്തിരുന്നത്. 24ഉം 96ഉം. ഓക്കെ, 24 CBT നോൺ ടെക്നിക്കലും 96 ആണ് ടെക്നിക്കൽ വന്നേക്കുന്നത്. ഓക്കെ, മറ്റേ CBT 1ന്റെ കേസിലെല്ലാം നോൺ ടെക്നിക്കൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഈ നോളജ് അബൌട്ട് റെയിൽവേസിലും DFCCL ആണ് എക്സ്ട്രാ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിവിടെ പറയാനുള്ളത്. അതേപോലെ എക്സാം പാറ്റേണും കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ സാലറി ഡീറ്റെയിൽസ് അവരോട് കൃത്യമായിട്ട് കൊടുത്തില്ല എന്ന് തോന്നുന്നു. ഓക്കെ, സാലറി ഡീറ്റെയിൽസ് അത്യാവശ്യം ഓക്കെ. അതെ, ഇവിടെ ഉണ്ട് കേട്ടോ. സോറി, ഞാൻ നോക്കിയപ്പോൾ വിട്ടതാണ്. എക്സിക്യൂട്ടീവ് പോസ്റ്റിന്റെ കേസിൽ 30,000 തൊട്ട് 1,20,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നുള്ളത് കേട്ടോ. 30,000 തൊട്ട് 1,20,000 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്തിരി അപ്ഡേറ്റ്സ് ആണുള്ളത്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.